മറിയം, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടണം. ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. 2000 വർഷങ്ങൾക്കപ്പുറം തണുപ്പുറഞ്ഞുകൂടിയ രാവ്. അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന പ്രകാരം പേരെഴുതിക്കുവാനായി ഗലീലിയായിലെ നസറത്തിൽ നിന്നും ഗർഭിണിയായ ഭാര്യ മറിയത്തെയും കൂട്ടി ജോസഫ് ദാവീദിന്റെ പട്ടണമായ യൂദയായിലെ ബെത്ലഹേമിലേക്ക് യാത്ര ചെയ്തു. മറിയം ഉദരത്തിൽ പേറുന്നത് ഇമ്മാനുവൽ എന്ന ലോകരക്ഷകൻ. ലോകത്തിന്റെ പാപങ്ങൾ വഹിക്കുവാൻ പോകുന്ന കുഞ്ഞാട് മനുഷ്യനാകുവാൻ കാലമാകുന്നു. ഉദരഭാരത്താൽ ക്ഷീണിതയായ അവൾ മുന്നോട്ട് നടക്കുവാൻ ത്രാണിയില്ലാതെ ദീർഘയാത്രയാൽ തളർന്നു. മഞ്ഞിന്റെ മടിത്തട്ടിൽ അമ്മയാകുവാനുള്ള നേരമായി. ലോകരക്ഷകന്റെ മാതാപിതാ വേദനയാൽ പുളയുന്നു. സത്രങ്ങളെല്ലാം വാതിൽ കൊട്ടിയടച്ചു. തിരസ്കരണത്തിന്റെ ആ നേരത്ത് വെറുമൊരു കാലിക്കൂട് അഭയമാകുന്നു. പട്ടുമെത്തയും പരിവാരങ്ങളുമില്ലാത്ത രാവ്. മരം കോച്ചുന്ന തണുപ്പിൽ മാതൃവേദനയിൽ മറിയം. കരളലിയിക്കുന്ന ദീനവിലാപം ആകാശവും ഭൂമിയും നിറഞ്ഞു. അസ്ഥികൾ നുറുങ്ങുന്ന നൊമ്പരത്താൽ സിരകളിൽ പിടയുന്ന രോദനം ബെത്ലഹേമിൽ വിറകൊള്ളുമ്പോൾ മഞ്ഞുമൂടിയ ആകാശത്ത് നക്ഷത്രം തെളിയുകയായി. ദൂതന്മാർ സകല ജനത്തിനുമുള്ള വാർത്തയ്ക്കായി കാതോർത്തു. തുണയ്ക്കായി ആരോരുമില്ലാതെ അമ്മയുടെ വേദനയുടെ പാരമ്യത്തിൽ കാലം കാത്തിരുന്ന ദൈവപുത്രൻ ഇതാ ഏഴകളിൽ ഏഴയായി പുൽക്കൂട്ടിൽ പിറന്നു വീഴുന്നു. ഇമ്മാനുവൽ, പൊൻപൈതൽ. നമുക്കായി ഒരു രക്ഷകൻ പറഞ്ഞിരിക്കുന്നു. വരൂ, നമുക്ക് പോയി അവനെ കണ്ടെത്തി വണങ്ങാം. ആ ദിവ്യശിശുവിനെ കാണുന്നതിനും ആരാധിക്കുന്നതിനുമായി പൊന്ന്, മീറ, കുന്തിരിക്കം എന്നീ കാഴ്ച വസ്തുക്കളുമായി പുറപ്പെടുന്നു. ദൂരെ ദൂരെ നിന്നും മരുഭൂമി വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. ദൂരെ നിന്നും, ദൂരെ ദൂരെ നിന്നും